ഹായ് നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ KV എക്സാമുകളുടെ കേന്ദ്രീയ വിദ്യാലയ എക്സാമുകളുടെ PRT, TGT, PGT എക്സാമുകളിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏത് പേപ്പർ നോക്കിയാലും അവിടെ അടിസ്ഥാനപരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ജനറൽ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഒരു മുൻവർഷ ചോദ്യത്തെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന KV എക്സാമുകളിൽ ജനറൽ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കണം നിങ്ങൾ. അതേപോലെ തന്നെ സിലബസ് ഡിസ്കഷൻ ഉറപ്പായിട്ട് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏതെല്ലാം മേഖലകളാണ് ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എൻട്രി ആണെങ്കിലും പ്രീ കോഴ്സ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കോഴ്സിലും നൽകുന്നത് ആ രീതിയിൽ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ ലെവൽ ചെക്കിംഗ് എന്ന് പറയുന്നൊരു ഒരു പ്രോഗ്രാം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, അതിനുള്ള സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. KVയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ജനറൽ പേപ്പറിനെ സംബന്ധിച്ച് എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് ഒരുപക്ഷെ റാങ്ക് മേക്കിംഗ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ PGT, TGT, PRT പരീക്ഷകളിലും ജനറൽ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒരുപോലെ വരാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഈ ഒരു സംഭവം കേട്ടോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ വർഷങ്ങളിലും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് പ്രത്യേകതകൾ കമ്മ്യൂണിക്കേഷൻ്റെ? ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. It is a continuous process. It is both verbal and non-verbal. It is synchronous in nature. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകതകൾ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് നോക്കുക. ABD, BCD, ACD, AB ആൻഡ് C. ഇതിലേതാണ് നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ABCD ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ Aയും Bയും Cയും എന്നുള്ളതാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ. ഇത് മൂന്നുമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓപ്ഷൻ അതാണ് ABC എന്നുള്ള ആ ആൻസറാണ് കറക്റ്റായിട്ട് വരിക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാൻസ് മേ ബി ലീസ്റ്റ് ലേണർ സെൻറ്റേഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡ്സ് ഒക്കെ ക്വസ്റ്റിനെ നിർണ്ണയിക്കുന്ന വേർഡ്സ് ആണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മാറിപ്പോയാൽ പോലും നമുക്ക് ആൻസർ തെറ്റും. ഇൻസ്ട്രക്ഷണൽ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, ആക്ടിവിറ്റി പ്ലാൻ. ഇതിൽ ഏതിലാണ് ലേണർക്ക് പ്രാധാന്യം കുറവുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അധ്യാപകനായിട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ, അത് B.Ed, D.Ed കോഴ്സുകളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ആശയം തന്നെയാണ് അല്ലേ. ഇവിടെ ഇൻസ്ട്രക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. യൂണിറ്റ് പ്ലാൻ, ഒരു യൂണിറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലെസൺ പ്ലാനിലും കുട്ടീനെ പരിഗണിച്ചുകൊണ്ട് വേണം ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ. ആക്ടിവിറ്റിയിലും കുട്ടിക്ക് പരിഗണന കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇൻസ്ട്രക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ പ്ലാനിലാണ് അവിടെ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആർക്ക് വരുന്നത്? ലേണർക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആശയം മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. The concept of curriculum development excludes. കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ ആശയം എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ കൺസിഡറേഷൻസ്, ഫാമിലി ആസ്പിറേഷൻസ്, സൊസൈറ്റൽ ഗോൾസ്, നാഷണൽ ഗോൾസ്. അപ്പോൾ ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏതിനെയാണ് ഇതിനകത്ത് ഒഴിവാക്കാൻ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും നാഷണൽ ഗോൾസ്. നമുക്കറിയാം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗോൾസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വലിയ പരിഗണന കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും സൊസൈറ്റൽ ഗോൾസ്, ഏതാ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ പ്രത്യേകതകൾ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒക്കെ നമ്മളവിടെ പരിഗണിക്കാറുണ്ട്. ഫാമിലി ആസ്പിറേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അല്ലേ. നമ്മൾ ആഫ്റ്റർ ഓൾ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് സൊസൈറ്റി ഉണ്ടാവുന്നത്, സൊസൈറ്റിയിൽ നിന്നാണ് നേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇൻ്റർനാഷണൽ കൺസിഡറേഷൻസ് ആണ് പിന്നെയും നമുക്കവിടെ എടുക്കാൻ പറ്റുന്ന, മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്ന്. അതുകൊണ്ട് അത് തന്നെയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇതിപ്പോൾ കരിക്കുലത്തെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു, കമ്മ്യൂണിക്കേഷൻ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടു, ഇൻസ്ട്രക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങൾ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു. പെഡഗോഗിയിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ഫോർ കണ്ടക്ടിങ് ഫിസിക്സ് എക്സ്പെരിമെന്റ്സ്, എ സയൻസ് ലാബോറട്ടറി ഷുഡ് നെസസറിലി ഹാവ്.
അപ്പോൾ സയൻസ് എക്സ്പീരിയൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സയൻസ് ലാബോറട്ടറിയിൽ എന്താണ് നെസസറി, ഷുഡ് നെസസറിലി ഹാവ്, ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കേട്ടോ, മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് ഓർക്കണം. ഗ്യാസ് കണക്ഷൻ ആണോ, ഡ്രെയിനേജ് സിസ്റ്റം ആണോ, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ആണോ, ഡെമോൺസ്ട്രേഷൻ ടേബിൾ ആണോ? ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ്? ഉറപ്പായിട്ടും നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ കിട്ടും, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാം, പക്ഷേ നമുക്കറിയാം ഡെമോൺസ്ട്രേഷൻ ടേബിൾ ആണ് ഫിസിക്സിനൊക്കെ പ്രധാനമായിട്ടും വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടി വരുമായിരിക്കാം, പക്ഷേ ഡെമോൺസ്ട്രേഷൻ ടേബിൾ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. എല്ലാ ലാബുകളിലും അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ടേം വന്നിട്ടുണ്ട് കേട്ടോ, പ്ലസ് കരിക്കുലം. വാട്ട് ഈസ് മീൻ ബൈ പ്ലസ് കരിക്കുലം ഫോർ സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിനകത്തൊക്കെ പെഡഗോഗിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ലാബോറട്ടറി പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇൻസ്ട്രക്ഷനായിട്ട് സപ്പോർട്ട് സിസ്റ്റമായിട്ട് വേണ്ട റിസോഴ്സ് ആയിട്ട് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, കരിക്കുലത്തെക്കുറിച്ച് പറഞ്ഞു, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഓരോ ക്വസ്റ്റ്യനും ഓരോ മേഖലകളെ തൊടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒന്നാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും. അവിടെ പ്ലസ് കരിക്കുലത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് പ്ലസ് കരിക്കുലം എന്ന് പറയുന്നത്? അഡീഷണൽ കരിക്കുലം ഫോർ സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻ, കരിക്കുലം on skill areas which are specific to special difficulties of children with special needs, a modified curriculum for education of the children with special needs, lessons or academic content mean for CWSN, children with special needs. വായിക്കണം, ആൻസർ കണ്ടെത്തണം. കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഓപ്ഷൻസ് ആണ് അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കൂ, അതിനുശേഷം ഞാൻ പറയുന്നതുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അതിനകത്ത് കരിക്കുലം ഓൺ സ്കിൽസ് ഏരിയാസ് വിച്ച് ആർ സ്പെസിഫിക് ടു സ്പെഷ്യലി ഡിസബിലിറ്റീസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. സ്പെഷ്യൽ ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണ് അവർക്കുള്ളത്? ഇപ്പോൾ നിങ്ങൾ പ്ലസ് കരിക്കുലം എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെയാണ് ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് ബ്രെയിൻലി ലിപി ആവശ്യമായിട്ട് വരും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ചില അഡീഷണൽ കാര്യങ്ങൾ കൊടുക്കണം, സ്പെഷ്യൽ സ്കിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷനാണ്. സ്കിൽ ഏരിയാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ഡിഫിക്കൽറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള കരിക്കുലമാണ് പ്ലസ് കരിക്കുലം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ചോദ്യമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ മേഖല. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തുടങ്ങിയ ആശയങ്ങൾ. ഇനി ദ ഐഡിയ ബിഹൈൻഡ് സപ്ലിമെൻ്ററി ലേണിംഗ് മെറ്റീരിയൽസ് ഈസ് ടു, എന്തിനാണ് സപ്ലിമെൻ്ററി ലേണിംഗ് മെറ്റീരിയൽസ്? റിസോഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഫീൽഡ് ട്രിപ്പ്, അതേപോലെ തന്നെ എക്സിബിഷൻസ്, സെമിനാറുകൾ, ലൈബ്രറി, ലാബോറട്ടറി, അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒന്നാണ് സപ്ലിമെൻ്ററി ലേണിംഗ് മെറ്റീരിയൽസ്. ഐഡിയ ബിഹൈൻഡ് സപ്ലിമെൻ്ററി ലേണിംഗ് മെറ്റീരിയൽസ് എന്താണ്? പ്രൊവൈഡ് മെറ്റീരിയൽ ഇൻ ലെസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഇൻക്രീസ് ലേണേഴ്സ് ടെക്സ്റ്റ് റീഡിംഗ് ഇൻട്രസ്റ്റ്, ഫർദർ എൻറിച്ച് ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ വേരിയസ് സബ്ജക്ട്സ്, പ്രൊവൈഡ് മെറ്റീരിയൽ ഇൻ ദ ഏരിയാസ് നോട്ട് കവേർഡ് ബൈ ദ ടീച്ചർ. ഇതിലേതാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലേ? അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെൻ്ററി ലേണിങ്സിന് കൊടുക്കുന്നത് എന്താണ്? എൻറിച്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കിട്ടാനാണ്. ഫർദർ എൻറിച്ച് ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ വേരിയസ് സബ്ജക്ട്, പല സബ്ജക്റ്റുകളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നതിന് ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള റീഡിങ് അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് എ ടീച്ചർ ക്യാൻ ഇംപ്രൂവ് her or his communication by following dash C's and dash S, which of the given alternatives hold true. ഇത് ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യണം, പല രീതിയിൽ പറയാറുണ്ട് കേട്ടോ, പല ആൻസറുകൾ പലയിടത്തും കാണാറുണ്ട്. പക്ഷേ നമുക്ക് കീ അനുസരിച്ചും അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്ന സാധനം പലയിടത്തും പല രീതിയിൽ പറയാറുണ്ട്. 6 C's and 3 S, 8 C's and 4 S, 7 C's and 4 S, 7 C's and 3 S. ഇവിടെ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ടീച്ചർ ക്യാൻ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട 2ാമത്തെ ചോദ്യം കേട്ടോ. ആദ്യം നമ്മൾ കണ്ട ചോദ്യവും കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷനാണ്, 7 C's and 4 S എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 7 Cകൾ? 7 Cകളും 4 Sകളും ഉണ്ട്. അതൊന്ന് നോക്കാം, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സികൾ, 7 സികളിൽ വരുന്നത് ക്രെഡിബിലിറ്റി, കമ്മ്യൂണിക്കേഷനകത്തുള്ള കാര്യങ്ങളാണ്. കൺസിഡറേഷൻ, ക്ലാരിറ്റി, കോൺഷ്യസ്നസ്, കൊഹിറൻസ്,
കറക്റ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്. ഇത്രയാണ് 7 Cകളിൽ വരുന്നത് കമ്മ്യൂണിക്കേഷനിൽ 7 Cs എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ പ്രാധാന്യത്തോടെ അത് പഠിക്കണം. ഓരോന്നും വളരെ പ്രാധാന്യത്തോടെ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ B.Ed സമയത്ത് നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ്. ഇനി 4S ഉണ്ട്. 4S 4 Sകൾ. ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത്, സിൻസിയറിറ്റി. ഇതാണ് 4 Sകൾ. ഇത് പല രീതിയിൽ പല പുസ്തകങ്ങൾ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സംശയം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 8ാമത്തെ ചോദ്യം നോക്കാം. എ സയൻസ് ടീച്ചർ ഹാസ് ജോയിൻഡ് എ റൂറൽ സ്കൂൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കാഡമിക് സെഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഹി ഷുഡ് യൂസ്? അപ്പോൾ ടെസ്റ്റുകൾ, ഇവാലുവേഷൻ ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാ, പ്രാധാന്യത്തോടുകൂടി അറിയേണ്ട ഒന്നാണ്. ടെസ്റ്റുകൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, റെമഡിയൽ ടീച്ചിങ്, അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്, ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതാ സിറ്റുവേഷണൽ ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്, ഇതിൽ ഏതാണ്? പുതിയതായിട്ട് ഒരു റൂറൽ സ്കൂളിൽ വന്നൊരു ടീച്ചർ, സയൻസ് ടീച്ചർ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കും അവർ ആ അക്കാഡമിക് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നടത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് സിറ്റുവേഷണൽ ടെസ്റ്റാണ്. ഒരു സിറ്റുവേഷണൽ ടെസ്റ്റ് നടത്തുമ്പോൾ അവർ പോലും അറിയാണ്ട് അവരെ പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സിറ്റുവേഷണൽ ടെസ്റ്റ് റെപ്രസെൻറ്റ് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലൂടെയുള്ള ആ ഒരു രീതിയാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ഫൈൻഡിങ് ക്യാൻ ബി ഈസിലി ജനറലൈസ്ഡ് ടു നാച്ചുറൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ പുതിയൊരു സ്ഥലമാണ്, അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ്, അവിടുത്തെ കുട്ടികളുടെ രീതി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ് അവിടെ ഏറ്റവും ഉതകുന്നത്. നല്ലൊരു ചോദ്യമായിരുന്നു. പലതരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. അടുത്ത് 9ാമത്തെ ചോദ്യം നോക്കാം. 1 essential features of a good teaching aid is. അപ്പോൾ ടീച്ചിങ് എയ്ഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞു ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട, പെഡഗോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോ കോസ്റ്റ് ആണോ, പോപ്പുലർ ആണോ, ഇൻവോൾവിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാക്സിമം സെൻസ് ആണോ, ഈസി ടു ഹാൻഡിൽ ആണോ? എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഗുഡ് ടീച്ചിങ് എയ്ഡ്, ഒരു നല്ല ടീച്ചിങ് എയ്ഡിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആണ് നിങ്ങൾ എത്തേണ്ടത്. അവിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ലോ കോസ്റ്റ് നല്ലതല്ലേ, നമുക്ക് ചിലവ് കുറച്ച് കിട്ടുവാണെങ്കിൽ, നല്ല സാധനം കിട്ടുവാണെങ്കിൽ നല്ലതെന്ന് തോന്നാം. പക്ഷെ പോപ്പുലർ ആയിട്ടുള്ളതെന്ന് തോന്നുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്, ചിലപ്പോൾ നല്ലതാണ് നമുക്ക് തോന്നാം. ഈസി ടു ഹാൻഡിലും ഒരുപക്ഷെ നല്ലതാണെന്ന് നമുക്ക് തോന്നാം. ഇതെല്ലാം ശരിയാണെന്ന് ഒരുപക്ഷെ തോന്നാം. പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻവോൾവിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാക്സിമം സെൻസ് എന്നുള്ളതാണ്. അതായത് ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിൽ, 5 സെൻസ് ഓർഗൻസിൽ എല്ലാത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള പഠനത്തിന് സാധ്യമാക്കുന്ന രീതിയിൽ നമുക്ക് ആ ടീച്ചിങ് എയ്ഡിന് ഉപകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്. സെൻസുകളെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3ാമത്തേതായിരുന്നു ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ ആ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ലെസൺ പ്ലാൻ, യൂണിറ്റ് 1, ഇയർ പ്ലാൻ പോലുള്ള പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്കുകൾ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. ഇവിടെ ക്ലാസിക് ഫോർമാറ്റ് ഓഫ് ദ ലെസൺ പ്ലാൻ ഈസ് ആസ് പെർ ഡാഷ്, അതാണ് ചോദ്യം. അപ്പം ലെസൺ പ്ലാനിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ആൾ ഉറപ്പായിട്ട് പേര് അറിഞ്ഞിരിക്കും. അത് ഹെർബേഷ്യൻ സ്റ്റെപ്സ് ആണോ, ഹിൽഡ ടാബ സ്റ്റെപ്സ് ആണോ, ഹിൽഗേഡിയൻ സ്റ്റെപ്പാണോ, ഹേബേഴ്സ് സ്റ്റെപ്പാണോ? ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഹിൽഡ ടാബയും ഹെർബേഷ്യനുമാണ്. ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടുത്തെ ആൻസർ വരുന്നത് ഹെർബേഷ്യൻ സ്റ്റെപ്പാണ്. ഹെർബേഷ്യൻ സ്റ്റെപ്പാണ് ലെസൺ പ്ലാനിങ്ങിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5 സ്റ്റെപ്പുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹിൽഡ ടാബ എന്ന് പറയുന്നത് കരിക്കുലം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇത് നോക്കണ്ട, ഇവിടെ നമ്മൾ ആൻസർ മാറി വന്നിരിക്കുന്നതാണ്. 5 സ്റ്റെപ്പ്ഡ് സിസ്റ്റം ഓഫ് ലെസൺ പ്ലാനിങ് എന്ന് പറയുന്നത് J.F. ഹെർബർട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് ഹെർബർട്ട് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ പുതിയ നോളജ് അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലെസൺ പ്ലാനിങ്ങിൽ ഏറ്റവും ക്ലാസിക് ഫോർമാറ്റ് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നു. അക്കോർഡിംഗ് ടു ഹെർബേഷ്യൻ സ്കൂൾ ഓഫ് പെഡഗോഗി ദ 5 ഫോർമൽ സ്റ്റെപ്പ് ആസ് ഫോളോയിങ്. ഏതൊക്കെയാണ് 5 സ്റ്റെപ്പുകൾ ഹെർബേഷ്യൻ സ്റ്റെപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. പ്രിപ്പറേഷൻ ഉണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, ജനറലൈസേഷൻ ഉണ്ട്, ആൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ 5 സ്റ്റെപ്പുകൾ ഹെർബേഷ്യൻ സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചോ. ആ സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്, ഓർഡറിൽ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കൂ. ദ ടേം ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കണം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എത്രാമത്തെ ചോദ്യമാണ് നിങ്ങൾ കണ്ടില്ലേ? എത്രാമത്തെ ചോദ്യം? 3ാമത്തെ ചോദ്യമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി ആണോ, സെലക്റ്റീവ് പെർസെപ്ഷൻ ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക? കമ്മ്യൂണിക്കേഷനിൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇൻഫോർമൽ അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള സാധനമാണ്
ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. അത് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ സിമ്പിളാണ്. വൺസ് ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഫിനോമിനൻ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ഇൻഡസ്ട്രി ടു ഇൻ്റഗ്രേറ്റ് സർവീസ് കണ്ടന്റ് ഓഫറിംഗ് ആൻഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടർ വൺ കോർ ടെക്നോളജി ഈസ് ടേംഡ് ആസ്. ഒന്ന് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആ ആൻസർ കൂടി കിട്ടിപ്പോരും. മൾട്ടിമീഡിയ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, കൺവേർജൻസ്, ഇൻ്റഗ്രേറ്റഡ് മീഡിയ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക? നിങ്ങൾക്കറിയാം മൾട്ടിമീഡിയ എന്നുള്ള വേർഡ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. മൾട്ടിമീഡിയയാണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ചൈൽഡ് ഹൂ റീഡ്സ് ഡോഗ് ആസ് ഗോഡ് ഓർ ബാറ്റ് ആസ് സ്റ്റാഫ് സഫേഴ്സ് ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി? അപ്പം LD, ലേണിംഗ് ഡിസബിലിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയല്ലേ. സൈക്കോളജിയിലൊക്കെ പഠിക്കുന്നതല്ലേ, പെഡഗോഗിലൊക്കെ പഠിക്കുന്നതല്ലേ. ഒരു അധ്യാപിക ആയിരിക്കുമ്പോൾ ഉറപ്പായിട്ട് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഡോഗിനെ ഗോഡെന്നും ബാറ്റിനെ ടാബ് എന്നും ഒക്കെ മാറ്റി വായിക്കുന്നത് ഡിസ്പ്രാക്സി ആണോ, ഡിസ്ലെക്സി ആണോ, ഡിസ്ഗ്രാഫി ആണോ, ഡിസ്ഫാസി ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. വായനയിലുള്ള ബുദ്ധിമുട്ട് അല്ലേ, അത് നിങ്ങൾക്കറിയാം. ഡിസ്ലെക്സിയ. ഡിസ്ഗ്രാഫിയ എഴുതുന്നതിൽ, ഡിസ്പ്രാക്സിയ പ്രായോഗികമായിട്ട് പേശികൾ വെച്ചിട്ട് മസിൽസ് വെച്ചിട്ടൊക്കെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഡിസ്കാൽക്കുലിയൊക്കെ പഠിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി 14ാമത്തെ ചോദ്യം. ഇൻ കരിക്കുലാർ കൺസ്ട്രക്ഷൻ ദ ആക്ട് ഓഫ് ഡിവൈഡിങ് കണ്ടന്റ് ആസ് പെർ ദ ക്ലാസ് ലെവൽ വിൽ കംസ് അണ്ടർ. കരിക്കുലം കണ്ടോ, കരിക്കുലത്തിലെ ചോദ്യം ഇതിനു മുമ്പ് നമ്മൾ കണ്ടില്ലേ, ആവർത്തിക്കുകയാണ്. ആ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാൻ പറ്റും. കരിക്കുലത്തിലെ കണ്ടന്റുകളെ പല ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഏത് ആക്ടിനെ വെച്ചിട്ടാണ്? സെലക്ഷൻ ഓഫ് കണ്ടന്റ്, ഗ്രേഡേഷൻ ഓഫ് കണ്ടന്റ്, ഓർഗനൈസേഷൻ ഓഫ് കണ്ടന്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. ആക്ട് ഓഫ് ഡിവൈഡിങ് കണ്ടന്റ് ആസ് പെർ ദ ക്ലാസ് ലെവൽ വിൽ കം അണ്ടർ. ഏതിനകത്താണ്? തീർച്ചയായിട്ടും അത് ഗ്രേഡേഷൻ ഓഫ് കണ്ടന്റ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കരിക്കുലത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 15ാമത്തെ ചോദ്യമാണ്. അതിലെ ഒരു ടേം ശ്രദ്ധിക്കണം. ഐറ്റിനറന്റ് എന്നാണ് പറയുക. ആൻ ഐറ്റിനറന്റ് ടീച്ചർ ഈസ് വൺ ഹൂ ഈസ്. ഇതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. പല ക്വസ്റ്റ്യൻസിലും സീറ്ററ്റിലും കേറ്ററ്റിലൊക്കെ ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടേം തന്നെയാണ്. ഐറ്റിനറന്റ് എന്നാണ് നമ്മൾ വായിക്കുക കേട്ടോ. ക്വാളിഫൈഡ് ടു ഓഫർ സ്പെഷ്യൽ സർവീസ് ഇൻ ഡിഫറൻറ്റ് ഇൻക്ലൂസീവ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ്, എക്സ്പേർട്ട് ഇൻ എ നമ്പർ ഓഫ് കരിക്കുലർ ഏരിയാസ്, എ സ്പെഷ്യൽ ടീച്ചർ അപ്പോയിൻറ്റഡ് ഫോർ എ പർട്ടിക്കുലർ ഇൻക്ലൂസീവ് സ്കൂൾ, എ സ്പെഷ്യൽ ടീച്ചർ അപ്പോയിൻറ്റഡ് ടെമ്പററിലി ഓൺ അഡ്ഹോക്ക് ബേസിസ്. ഇവിടെ ഈ വേർഡിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി. ഈ വേർഡിൻ്റെ അർത്ഥം അറിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. സഞ്ചാരിയായിട്ടുള്ള അധ്യാപിക എന്നുള്ള അർത്ഥത്തിൽ അത് വരുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്കൂളുകളിൽ സഞ്ചരിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ക്വാളിഫൈഡ് ടു ഓഫർ സ്പെഷ്യൽ സർവീസ് ഇൻ ഡിഫറൻറ്റ് ഇൻക്ലൂസീവ് ഓർ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ് ആണ് ഈ പറയുന്ന ഐറ്റിനറന്റ് ടീച്ചർ എന്നുള്ള വേർഡിൽ നിന്ന് വന്നിരിക്കുന്ന. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ്. ഒരു പ്രധാനപ്പെട്ട ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചർ റോളാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെക്കണം. ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതാ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻ സ്റ്റഡിയിങ് ഇൻ ഡിഫറൻറ്റ് സ്കൂൾസ്, പല സ്കൂളുകളിലുള്ളവരെ കാറ്റർ ചെയ്യാണ്. സ്പെഷ്യൽ സർവീസ് ഇൻ ഡിഫറൻറ്റ് ഇൻക്ലൂസീവ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ്. അതുപോലെ തന്നെ ട്രാവൽ ഫ്രം വൺ സ്കൂൾ ടു അനദർ ആസ് പെർ ദ പ്രീ ഡിറ്റർമിൻഡ് ഷെഡ്യൂൾ ആൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ഷീ വിസിറ്റഡ് ദ സ്കൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ. ഇപ്പോൾ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട്, ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് പല സ്കൂളുകളിലേക്ക് മാറി ചെന്ന് പഠിപ്പിക്കുന്ന അധ്യാപികനെയാണ് ഈ രീതിയിൽ പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഹിയറിംഗ് ഇമ്പയർഡ് ചിൽഡ്രൻ എക്സിബിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. 4ാമത്തെ ചോദ്യം മറ്റാണ് ഇവിടെ ചോദിക്കുന്നത്. ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ ബൈ ലാംഗ്വേജ്, ബാരിയേഴ്സ് ഇൻ മൂവിങ് അറൗണ്ട്, ബാരിയേഴ്സ് ഇൻ ഇൻഡിവിജ്വൽ സെൽഫ് കെയർ സ്കിൽസ്, ബാരിയേഴ്സ് ഇൻ ടാക്റ്റൈൽ സ്കിൽസ്. ഇവിടെ ഹിയറിംഗ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ ഏതായിരിക്കും ആൻസർ? ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബൈ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലോജിക്ക് വെച്ച് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത 17ാമത്തെ ചോദ്യം. ദ പർപ്പസ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് നോട്ട് ടു. അപ്പോൾ വീണ്ടും ടെസ്റ്റുകൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ. സിറ്റുവേഷണൽ ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഒക്കെ ആവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഉദ്ദേശം എന്താണെന്നാണ് അവിടുത്തെ ചോദ്യം. നോ വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്, നോ ദ ഏരിയ വേർ ദ ലേണേഴ്സ് ആർ വീക്ക്, ഗ്രേഡ് ലേണേഴ്സ് ആസ് ഷാർപ്പ്, വീക്ക് ആൻഡ് ആവറേജ്, അസർട്ടൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് സ്കോളസ്റ്റിക് ഗോൾസ്. ഏതാണ് പർപ്പസ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് അല്ലേ. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്?
ആ ഗ്രേഡ് ലേണേഴ്സ് ആ ഷാർപ്പ്, വീക്ക് ആൻഡ് ആവറേജ് എന്നുള്ള രീതിയിൽ ഗ്രേഡ് ചെയ്യാനായിട്ട്, അച്ചീവ്മെന്റിന്റെ ലെവൽ കണ്ടെത്താനായിട്ടാണ്. അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. അഗൈൻ ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബി ആൻഡ് ഡി, എ ആൻഡ് സി, എ ആൻഡ് ഡി, ബി, സി ആൻഡ് ഡി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കാം. ഇംപെരിമെന്റ് ഷുഡ് ബി ഫിക്സ്ഡ് ബൈ മെഡിക്കൽ ഓർ അതർ ട്രീറ്റ്മെന്റ്സ്. ഡിസബിലിറ്റി ഈസ് കോസ്ഡ് ബൈ ദ വേ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ്. ഇംപെരിമെന്റ് ഈസ് ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻ. ദ ചിൽഡ്രൻ ആർ വാല്യൂഡ് ഇൻ ദെയർ ഓൺ റൈറ്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്? തീർച്ചയായിട്ടും അത് ബി, സി ആൻഡ് ഡി എന്നുള്ളതാണ്. ബി, സി ആൻഡ് ഡി. ബി, സി ആൻഡ് ഡി. ഡിസബിലിറ്റി ഈസ് കോസ്ഡ് ബൈ ദ വേ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ്. ഇംപെരിമെന്റ് ഈസ് ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ആൻഡ് ദ ചിൽഡ്രൻ ആർ വാല്യൂഡ് ഇൻ ദെയർ ഓൺ റൈറ്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നാലാമത്തതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക. ഇനി 19ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് MR ചിൽഡ്രൻ, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. അവരുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ദേ ലാക്ക് ഇൻ എബിലിറ്റി ടു ജനറലൈസ്, they feel difficulty in abstraction, they are poor in communication ability, they can understand cause effect relationship. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? they can understand cause effect relationship എന്നുള്ളത് തെറ്റാണ് അല്ലേ. നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അവിടെ അവർക്കുള്ള ബുദ്ധിമുട്ടുകളാണ്. നിങ്ങൾക്കറിയാം, അവർക്ക് കോസ് എഫക്ട് റിലേഷൻ ഒക്കെ പഠിക്കാനൊക്കെ എളുപ്പമൊന്നും അല്ല, പാടായിരിക്കും. അണ്ടർസ്റ്റാൻഡ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എന്നുള്ളത് അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ ഗുഡ് ടെസ്റ്റ് ഷുഡ് നോട്ട് ഹാവ്. അപ്പോൾ കണ്ടോ, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ ലേണിംഗ് ഡിസബിലിറ്റിയെ പോലുള്ള അല്ലെങ്കിൽ MR ചിൽഡ്രൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, കരിക്കുലം, ലെസൺ പ്ലാൻ പോലെ, ഇയർ പ്ലാൻ പോലെ, യൂണിറ്റ് പ്ലാൻ പോലെയുള്ള കാര്യങ്ങൾ, പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ ഇവാലുവേഷൻ ഭാഗത്തു നിന്നുള്ള അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിലെ ക്വസ്റ്റ്യൻസ്. ഗുഡ് ടീച്ചർ ടെസ്റ്റ് ഷുഡ് നോട്ട് ഹാവ് സബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി. നല്ല ടെസ്റ്റിന് ഉണ്ടാവേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് തിയറി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ വരാത്തത് ഒരു ഗുഡ് ടെസ്റ്റ് ഷുഡ് നോട്ട് ഹാവ്. അവിടുത്തെ ആൻസർ സബ്ജക്റ്റിവിറ്റി ആണ്. സബ്ജക്റ്റിവിറ്റി ഒരിക്കലും ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഓരോ ടേമും എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് നല്ലൊരു ടെസ്റ്റിന് ഉണ്ടാവേണ്ടത്. ഗുഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടാവണം, റിലയബിലിറ്റി ഉണ്ടാവണം, യൂസബിലിറ്റി ഉണ്ടാവണം, സബ്ജക്റ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താണ് വാലിഡിറ്റി എന്ന് പറയുന്നത്? എ ടെസ്റ്റ് ഈസ് സെഡ് ടു ബി വാലിഡ് ഇഫ് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഈസ് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്താണോ നിങ്ങൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മെഷർ ചെയ്തെടുക്കണം. ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റ് മെഷർ ചെയ്യാൻ പോയിട്ട് അവൻ്റെ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതെങ്കിൽ രണ്ട് ഉദ്ദേശം മാറിപ്പോയില്ലേ. അപ്പോൾ ലേണറുടെ എന്താണോ നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്നത് അത് തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പറയുന്ന ടെസ്റ്റ് വെച്ചെങ്കിൽ അത് വാലിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഈസ് ടു ബി മെഷേർഡ്, അതാണ് വാലിഡിറ്റി. ഇനി റിലയബിൾ ആണ് ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കണം. നിങ്ങൾ വീണ്ടും വീണ്ടും അത് വെച്ച് മെഷർ ചെയ്താൽ പല പല ഉത്തരങ്ങൾ തരാൻ പാടില്ല, പല പല വാല്യൂസ് കിട്ടാൻ പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ വാല്യൂസ് കിട്ടണം, ഒരേപോലെ മെഷർ ചെയ്യാൻ പറ്റണം, റിസൾട്ട് കിട്ടണം. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. പീപ്പിൾ ഷുഡ് സ്കോർ സിമിലർ സ്കോർസ് ഇഫ് ദ ടെസ്റ്റ് ഈസ് റിപ്പീറ്റഡ്. Its administration may be after some gap of time and the condition is that people do not receive any further training of related test content. അതായത് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള പഠിപ്പിക്കലൊന്നും കൊടുക്കാതെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ടെസ്റ്റ് നടത്തുവാണെങ്കിൽ ആ സെയിം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസബിലിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കബിലിറ്റി ആണ്. ഈസ് ആൻഡ് എക്കണോമി ഇൻ ടേംസ് ഓഫ് എനർജി, ടൈം ആൻഡ് മണി. അപ്പം നമുക്കിത് യൂസബിൾ ആയിരിക്കണം. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ചിലവ് കൂടിയ സമയം ഒരുപാട് കൊടുക്കേണ്ട ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമാകുന്ന സാധനത്തിനാണ് യൂസബിൾ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഈസി ടു കൺസ്ട്രക്ട് ആയിരിക്കണം, ഈസി ടു അഡ്മിനിസ്ട്രേറ്റ് ആയിരിക്കണം, ഈസി ഇൻ സ്കോറിംഗ് ആയിരിക്കണം, ഈസി ഇൻ ഇന്റർപ്രറ്റിംഗ് ആയിരിക്കണം, ആൻഡ് എക്കണോമിക് ആയിരിക്കണം മണിയുടെയും ടൈമിൻ്റെയും കേസിൽ. അതാണ് യൂസബിലിറ്റി. ഇനി ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? When a student score on the test it's based only on the student's answer and not on personal bias of the scorer. Personal bias ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാം, ഒബ്ജക്റ്റിവിറ്റി ആണെന്ന് പറയാം. Then the scoring is considered to be objective. This depends on the procedure of the scoring and the type of item to be scored. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് വരും. അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റിവിറ്റി, യൂസബിലിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ ഒരു നല്ല ടെസ്റ്റിൻ്റെതായിട്ട് വരുമ്പോൾ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ടെസ്റ്റിൻ്റെ ഗുണമല്ല. സബ്ജക്റ്റീവ് ആവരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 20 ചോദ്യങ്ങൾ ചോദിച്ചു.
ഈ 20 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളുടെ പഠനത്തെ ഉഷാറാക്കുക. നിങ്ങളുടെ ലെവൽ ചെക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം എൻട്രി ആപ്പിനകത്ത് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രീ കോഴ്സ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടും. ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് എൻട്രി. എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും തയ്യാറാക്കിയിട്ടുള്ള KVയുടെ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യാപകർ, ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കേരളത്തിലെ അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ KVS സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് കൂടുതൽ വരുന്ന ദിവസങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് ഏറ്റവും ഉഷാറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ ആശംസകളും. ആദ്യം തൊട്ടുള്ള പഠനം ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്കുകളാണ് വരുന്നത് അതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ക്വിസുകൾ അറ്റൻഡ് ചെയ്ത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഉഷാറായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.